എന്താ ഗൃഹപ്രവേശ ചടങ്ങ്? ഉമ്മറപ്പടിയിൽ വെച്ച് ഒന്ന് രക്തം ചിന്തണം, ഉമ്മറപ്പടിയിൽ ഒരാട്ടിനെ അറുക്കണം, അല്ലെങ്കിൽ ഒരു കോഴിയെ അറുത്തതിന്റെ ചോര ചിന്തണം, അതല്ലെങ്കിൽ ഒന്ന് മുട്ടറുക്കണം. എന്താ മുട്ടറുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടറുക്കാണ്. എല്ലാ മുട്ടുകളും തീർന്നു പോകാൻ വേണ്ടി നാളികേരം പൊളിച്ചതിന്റെ മൊരിയൊക്കെ കളഞ്ഞിങ്ങനെ നല്ല മിനുസമുള്ള ചിരട്ടയാക്കി മാറ്റിയിട്ട് വീടിന്റെ ഉമ്മറപ്പടിക്കൽ വെച്ച് വിദഗ്ധനായ ഒരാൾ ഇങ്ങനെ പ്രത്യേകമായ മന്ത്രം ചൊല്ലിയിട്ടൊരൊറ്റ വെട്ടാണ് 2 മുറിയും ക്ലീനായി അങ്ങ് മുറിഞ്ഞു പോയാൽ എല്ലാ മുട്ടും അവസാനിച്ചിരിക്കുന്നു, സർവ്വമുട്ടുകളും മറുക്കപ്പെട്ടിരിക്കുന്നു. മറിച്ച് ശരിക്കങ്ങ് പൊട്ടിപ്പോകാതെ ചിതറിത്തെറിച്ചു പോയാലോ നിന്റെ കാര്യം അപകടത്തിലാണ് എന്ന് ചെകുത്താൻ പഠിപ്പിച്ച മുട്ടറുക്കൽ സംസ്കാരം നടത്തുന്ന വീടുകളുണ്ട്. ഇസ്ലാമികമല്ല. മുസ്ലിമേ, നീ നിന്റെ വീട്ടിലേക്ക് കിടക്കുമ്പോ, പ്രത്യേകിച്ച് വീട് താമസമാക്കുമ്പോൾ പ്രത്യേക ചടങ്ങുകളൊന്നും തന്നെയില്ല. ചില ആളുകൾ എന്തു പറയുന്നു, ആദ്യം കൊണ്ടുപോയിട്ട് ഒരു ഉപ്പിന്റെ കലം കൊണ്ടുപോയി വെക്കുന്ന ആളുകളുണ്ട്. ആദ്യം കൊണ്ടുപോകേണ്ടത് ഉപ്പാണ്. എന്താ ഉപ്പിന് വലിയ വഞ്ഞാവൂ? ആദ്യം ഉപ്പ് കൊണ്ടുപോയി സമൃദ്ധമായ ഉപ്പിന്റെ. വേറെ ചിലരെന്ത് ചെയ്യും, നിറഞ്ഞ പറയിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന നെൽമണിയും നെൽക്കതിരുമൊക്കെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കണിയല്ലേ കണ്ടത്? വാതിലങ്ങ് തുറന്നു നോക്കുമ്പോ നിറവറയും വിളക്കുമാണ് കാണുന്നത്. ഹിന്ദുക്കളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? മാപ്പിളയുടെ കാര്യമായി പറയുന്നത്. അങ്ങനെ നിറവറ കാണുന്ന ആളുകളില്ലേ? പിന്നെ നിലവിളക്കിന് കുഴപ്പമില്ലല്ലോ, അമ്പലത്തിലെ നിലവിളക്ക് ദർഗയിലുമില്ലേ, അതേ നിലവിളക്ക് തന്നെ പള്ളികളിലുമില്ലേ. അപ്പൊ ആ നിലക്ക് വിളക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിനോട് പ്രത്യേകിച്ച് മഹബത്തൊന്നും ഉണ്ടായിട്ടല്ല, ആരാധനാ മനോഭാവവുമില്ല. ഈ വീട്ടിലൊന്നും പ്രകാശം ചൊരിയട്ടെ എന്നതിന്റെ പ്രതീകമായിട്ടാ ഞങ്ങൾ വിളക്ക് കൊളുത്തുന്നത് എന്ന് പറയുന്ന ദേശീയ മുസ്ലിമീങ്ങളില്ലേ, ഹാഫ് മുസ്ലിമീങ്ങളില്ലേ, ഈമാൻ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ലാത്ത പേരിൽ മാത്രം മുസ്ലിമീങ്ങളായ കക്ഷികളില്ലേ? ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല കേട്ടോ. ഇനി അടുക്കളയിൽ ആദ്യം പാകം ചെയ്യേണ്ട കാര്യം എന്താ? പാലാണോ? പാലുകാച്ചൽ ചടങ്ങ്. അതെ, ആദ്യമായി പാലാകാച്ചേണ്ടത് അതിന് പറയുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാലായിരുന്നു പോലും. ആരാദ്യം പാല് കാച്ചാൻ പറഞ്ഞ് എത്ര സഹാബിമാര് വീടുണ്ടാക്കി, ചെറുതും വലുതുമായ വീടുകൾ ഉണ്ടാക്കിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും സഹാബ് നബിയുടെ ഭാര്യമാരെയും കൂട്ടി ചെറിയ ചെറിയ ഹുജറകളായിരുന്നല്ലോ. ആ ചെറിയ റൂമുകളിലേക്ക് താമസം മാറ്റുമ്പോ അവിടെ ആദ്യം ഉണ്ടാക്കിയ ഭക്ഷണം പാലാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതല്ലേ നമുക്ക് മാതൃക. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് പാലാനി. ഒരാൾക്ക് ആദ്യമായിട്ട് പാല് കുടിക്കണം തോന്നുകയാണെങ്കിൽ പാല് കാച്ചിക്കോട്ടെ എന്നതല്ലാതെ പാല് കാച്ചൽ കഴിഞ്ഞോ എന്നാ ചോദിക്കുന്നത്. പാല് കാച്ചൽ കഴിഞ്ഞോ ചോദ്യം ചോദിച്ചാൽ എന്താ അർത്ഥം? അടുക്കളയിൽ തീ പൂട്ടിയോ എന്നാ ചോദ്യം. അപ്പൊ ആദ്യം അടുക്കളയിൽ ഉണ്ടാകേണ്ടത് പാല്. ഇത് കുടിക്കാനാണോ? ഈ വിഡ്ഢി പലപ്പോഴും എന്തിനാ 2 ലിറ്റർ പാല് കൊണ്ടുവരും. 2 ലിറ്റർ പാല് കൊണ്ടുവന്നിട്ട് ഈ 2 ലിറ്റർ തിളപ്പിക്കാൻ പറ്റാത്തൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇത് സമൃദ്ധിയുടെ ലക്ഷണമായിട്ട് എന്താ കാണുന്നത്? ഇവൻ അതും തീയും ഓണാക്കിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണത്. ഈ 1 ലിറ്ററിന് വലിയ വിലയും കൊടുത്ത പാലിങ്ങനെ തിളച്ചിങ്ങനെ അടുപ്പിലേക്ക് തൂവിപ്പോകുന്നത് നോക്കി നിൽക്കുന്ന വിഡ്ഢി. എന്താ? ഈ വീട് സമ്പൽ സമൃദ്ധിയുടെ അടയാളമാകാൻ പോവുകയാണ്. എന്താ? പാലല്ലേ തിളച്ചിങ്ങനെ ഒഴുകുന്നത്. ഇതുപോലെ ഇവിടുത്തെ ജീവിതം പാലുപോലെ വെളുത്ത ശുഭ്രമായ സമൃദ്ധമായ ജീവിതമാകും പോലും മാപ്പിള ഇവനെ മാപ്പിള എന്ന് വിളിക്കണോ? ഇവനെ മുസ്ലിം എന്ന് വിളിക്കണോ? ഈ നിലക്കുള്ള കാര്യങ്ങൾ. എന്നിട്ടോ ആദ്യമായി കിണറിന്റെ കൊട്ടത്തളത്തിൽ ഒരു പെണ്ണ് വഴുതി അങ്ങ് വീണു. അപ്പൊ എന്തേ? പാലുകാച്ചൽ ചടങ്ങുണ്ടായില്ല പോലും കേട്ടോ. ആദ്യം ഒന്ന് വഴുതി വീണു, വഴുതിയിട്ടൊന്ന് വീണ് കാലൊന്ന് ഉളുക്കി. എന്തേ? അവിടെ പാലുകാച്ചലുണ്ടായില്ല. ഇതാ ഞങ്ങൾ പറയുന്നത് പാലുകാച്ചൽ. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പാലി എന്നുള്ള നിലക്കാണോ ആ ചെയ്തത്? അല്ല, ഇബ്ലീസ് അവിടെ തന്നെ മാറ്റി പറഞ്ഞില്ലേ? അപ്പൊ ഈ നിലക്കുള്ള ചടങ്ങുകൾ ചെയ്യുന്നു, നമ്മൾ അതിനെതിരാണ്. അങ്ങനെ ഒരു പ്രത്യേക ചടങ്ങില്ല.